ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമ്മളെ വെട്ടിപ്പൊളി ഏകദേശം തീർന്ന് പൈപ്പടി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഫിനിഷിംഗ് വർക്ക് ഒന്ന് നോക്കാം നമുക്ക്. ഈ വീട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇത് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാല് നമ്മള് ഫുള്ള് ഒരു ഇഞ്ചാട്ടോ, മാക്സിമം നമ്മൾ ഒരു ഇഞ്ചാണ് യൂസ് ചെയ്യുന്നത്. വേണ്ടോ, അതൊക്കെ ഒരു ഇഞ്ചാണ്, 25 mm പൈപ്പ്. പിന്നെ മറ്റൊന്ന് ഇങ്ങനെ വരുന്നുണ്ട്, 20 mm പൈപ്പ് വരുന്നുണ്ട്. നമ്മൾ മുകളിൽ കൂടി മെയിൻ സർക്യൂട്ടുകളും റൂമിന്റെ സർക്യൂട്ടുകളും ഒക്കെ എന്താണ് ചെയ്യുന്നത്, നമ്മള് ഒക്കെ ഒരു ഇഞ്ചാണ്. അപ്പൊ മാക്സിമം നമ്മൾ എന്താ വെച്ചാൽ വയറിനെ ഫ്രീ ആക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് ഇട്ടിരുന്നത്. എല്ലാ പേരിലും നമ്മൾ ഇരുപതിന്റെ 20 mm പൈപ്പാണ് ഇടല്. അതും 14 പൈപ്പ് ആ രീതിയിൽ തന്നെ വരില്ല, 14 18 ഈ രീതിയിൽ തന്നെ അല്ലേ. ഇതിലും ഏകദേശം നമുക്ക് 16 പൈപ്പോളം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അടിയിലും കുറച്ച് ഒരു ഇഞ്ചും ഒരു മുക്കാലോ, ഈ ഒരു പ്ലഗിന് മാത്രമേ മുക്കാലുള്ളൂ. അപ്പൊ എല്ലായിടത്തും നമ്മൾ മാക്സിമം ഒരു ഇഞ്ചിട്ടുണ്ട്, വയർ മാക്സിമം ഫ്രീ ആക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പൊ നമ്മൾ ചെറിയ 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 സ്ഥലത്ത് നമ്മൾ അപ്ഡേറ്റ് മാറ്റി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കായിട്ട് എന്തെങ്കിലും മാറ്റം, കാരണം വയറിങ്ങിൽ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ഒരു ഇഞ്ചിന്റെ പൈപ്പ് എടുത്ത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ അടുക്കളയിൽ നമ്മൾ കുറച്ച് മുക്കാലുണ്ട്, ബാക്കി ഒരു ഇഞ്ചുണ്ട്. അവിടെ ഒരു പ്ലഗ് ഉണ്ട്, അവിടെ ഒരു പ്ലഗ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ 20 mm പൈപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങൾ അത് വരാനുള്ളതാണ്. 25 mm പൈപ്പാണ് മാക്സിമം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മോൾ ഭാഗം നമ്മൾ എക്സ്ട്രാ DB കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ കോണിയിലൊന്നും ചെയ്തിട്ടില്ല. കോണിയിൽ നമ്മൾ ഒന്നും വേണ്ടെന്നാണ് ക്ലൈന്റ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മളൊരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്, ഇസ്തിരി ഇടാന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഇവിടെ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ ആ മടക്കുന്ന രൂപത്തിലുള്ള ഇതാണ്. ഇത് കയറി വരുന്ന ലാൻഡിംഗ് ആണ്, സ്റ്റെപ്പിന്റെ ലാൻഡിംഗ് ആകുമ്പോൾ ഇവിടെ കയറി വരുന്നിടത്ത് ചെയ്യാന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ അവിടെ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതില്ലാത്ത ടൈമിൽ നമുക്ക് മടക്കി വെക്കാം ടേബിൾ, ആ രീതിയിലുള്ള ടേബിൾ കൊടുക്കാന്നുള്ള കാഴ്ചപ്പാടിലാണ് കൊടുത്തിട്ടുണ്ട്. മോൾ ഭാഗം നമ്മൾ ഫുള്ള് 20 ചെയ്തിരിക്കുന്നത്. മോൾ ഫുള്ള് 20 mm അതാണ് DB കാര്യങ്ങൾ. അവിടുന്ന് 20 mm 2 വേണ്ടിയിട്ടാണ് ഒരു ഇഞ്ച് കറക്കിയിട്ടുണ്ട്. പിന്നെ ഒക്കെ ഇങ്ങനെ 20 ഇങ്ങനെ ഓരോ ഇതും സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്. DB 12 DB ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇവിടെ 2 റൂം മാത്രമേ വരുന്നുള്ളൂ. ആ 2 റൂമൊക്കെയുള്ളതും ഈ ഹാൾക്കുള്ളതും മാത്രം ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാം, നമ്മൾ AC പോയിന്റ് എപ്പോഴും എല്ലാവരും ഇതിൽ കണ്ടിട്ട് നമ്മൾ തലക്കം പുറത്താണ് സാധാരണ AC പോയിന്റ് ഉള്ളത്. നമ്മളിവിടെ അതിൽ വെറൈറ്റി ചെയ്തിരിക്കുന്നത് ഒക്കെ സൈഡിലാണ് ശരിക്കും AC വേണ്ടത്. അത് ചിലയിടത്ത് കഴിയില്ല കേട്ടോ, ആ ടൈമിൽ ചെയ്യാൻ കഴിയില്ല. കാരണം ചിലയിടത്ത് എന്താ വെച്ചാൽ ആ ഭാഗം ചെരുവ് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയില്ല. ഇത് ചെരുവ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഹൈറ്റ് കിട്ടിയോണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ AC കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, AC എപ്പോഴും വെക്കുമ്പോൾ തറക്കും പുറത്തല്ല വേണ്ടത്, സൈഡിൽ നിന്നാണ് നമുക്ക് ശരിക്കും വേണ്ടത്. അതിന് ഇതിലൊക്കെ ഉണ്ടാവും, ഏകദേശം യൂട്യൂബിലൊക്കെ കാണിക്കുന്നുണ്ടാവും. കാരണം എന്താ അറിയില്ല, നമ്മൾ ACന്റെ അങ്ങനെയാണ്. ഇപ്പൊ ഇങ്ങനത്തെ അവിടെ കറുത്ത പെരുന്നുണ്ടോ ഡ്രസ്റ്റ് ആ ഭാഗത്തേക്ക്. അപ്പൊ ഈ ഭാഗത്താണ് നമ്മൾ ACന്റെ പോയിന്റ് ഇട്ടുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ശരിക്കും ഇങ്ങനെയാണ് ACന്റെ പൊസിഷൻ വേണ്ടത്. എല്ലാവരും തറക്കും പുറത്താണ് കൊണ്ട് നിൽക്കല്, അതല്ല ശരിക്കും വേണ്ടത്, സൈഡിലാണ് വേണ്ടത് എപ്പോഴും. അതേപോലെ തന്നെ വാൾഫേനെ വിറ്റാക്കണേലും ഒന്നല്ലെങ്കിൽ സൈഡിൽ അല്ലെങ്കിൽ ബാക്ക് ഭാഗത്താണ് വേണ്ടത്. ഒരിക്കലും തലന്റെ ഭാഗത്ത് വെച്ചാൽ നമുക്ക് ശരിക്കുള്ള കാറ്റ് കിട്ടൂല. വാൾഫേനാണെങ്കിൽ വാൾഫേൻ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ കണ്ടിട്ടാണ് ഇവിടെ ഒരു 4 കൊടുത്തിട്ട് വാൾഫേൻ ആണ് വേണമെന്നുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മൾ ലൈറ്റ് ചെയ്തിട്ടാണ്, ഈ ലൈറ്റ് അവിടെ ചെയ്യാം. ഓക്കെ, താഴത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ഇങ്ങനത്തെയാണ് കടത്തം വരുന്നത്. ഈ ജനലിന്റെ നേരെ സൈഡ് ഭാഗത്ത് തന്നെ AC വന്നിരിക്കുന്നത്. ഓപ്പോസിറ്റ് നമുക്ക് ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഹെഡ് റെസ്റ്റിന്റെ മുകൾക്ക് ലൈറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിന് ആരും അങ്ങനെ ഇടല്ല, സെപ്പറേറ്റ് സോക്കേഴ്സ് നമ്മൾ സെപ്പറേറ്റ് എന്താ പറയുക ബൾബ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പൈപ്പ് ജസ്റ്റ് കൊടുത്തിട്ട് കഴിഞ്ഞവർക്ക് മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡൽ ചെയ്യാന്നുള്ള കാഴ്ചപ്പാടില്ല. പിന്നെ ഒരു വെട്ടിപ്പൊളി വരരുത്, നമ്മൾ വർക്ക് അങ്ങനെയാണ്. പിന്നെ ഒരു കുത്തിപ്പൊളി അല്ലെങ്കിൽ ഒരിക്കലും വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് പൈപ്പിന് ഓട്ടത്തിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കണ്ടാണ്ട് എല്ലായിടത്തും കൂടി ഏകദേശം പൈപ്പ് ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഒരു കേസാണ് ഇത് എന്താണ് എൻ്റെ പ്ലംബിംഗ് പൈപ്പ് വരുന്ന എല്ലായിടത്തും ഉണ്ടല്ലോ അങ്ങനെ. അതെന്താ വെച്ചാൽ നമ്മളിത് ടിവിന്റെ TV വരുന്ന ഏരിയയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വയർ കടത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലംബിംഗ് ആണ്. അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ 2 ഇഞ്ചിന്റെ പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടി ആ പ്ലഗ് കാര്യങ്ങളൊക്കെ അടിയിൽ കൊണ്ട് കുത്താം. പിന്നെ ആ റിമോട്ടിന്റെ ഇതൊക്കെ അവിടെ വരിക. അപ്പൊ മോഡം കാര്യങ്ങളൊക്കെ അവിടെ വരുമ്പോൾ നമുക്ക് അതിൽ കുത്താൻ വേണ്ടിയിട്ട് അടിയിൽ ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാക്കാം. അപ്പൊ വല്ല കാണുന്നില്ല. ചിലർക്ക് ഞാൻ ഇവിടെ വരുന്ന 2 ഇത് വരുന്നുണ്ട്. ഇവിടെ ടീ ഇട്ടിട്ട് അവിടെ ഒരു ബോഡി ആക്കി കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് അവിടെ ഒരു ബോക്സ് എവിടെയും ചെയ്യാന്നുള്ള താല്പര്യമാണ്. അങ്ങനത്തെ ഒരു ഏരിയക്കാണ് അങ്ങനെ വരുന്നത്. ഇതിൽ ഇത് മാത്രമല്ല, അവിടെ പ്ലെയിൻ ആയിട്ടാണ് അടിയിൽ ഒരു ബോക്സ് ഉണ്ടാക്കാന്നുള്ളൊരു കാഴ്ചപ്പാട് ആദ്യം. നമ്മൾ എന്താ വെച്ചാൽ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാൻ തന്നെ ആയിരിക്കണം പിന്നെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ വൃത്തിയിടാവും. കാരണം അതിന്റെ രീതിയിലൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ തോന്നുന്ന മേലെ ബോക്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാക്കാറ്. അല്ലെങ്കിൽ 2 ഓപ്ഷൻ പിന്നെ പിന്നെ അടക്കണം, അതൊക്കെ വൃത്തിയിടാക്കാറ്. അപ്പൊ നമ്മൾ എല്ലായിടത്തും മാക്സിമം ഉണ്ടാവും 1 ഇഞ്ചാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒക്കെ കണ്ടെത്തേ. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, രണ്ടാമത്തെ ഒരു കസ്റ്റമർ പറയാൻ നമുക്ക് വയർ വലിക്കണം എന്നാലും ബുദ്ധിമുട്ടില്ല. അത് നമുക്ക് ഈസി ആയിട്ട് വലിക്കാൻ കാര്യം. കാരണം അത്രയും ലൂസാണ്. ഒരു 3 വയറിനൊക്കെ ഇപ്പൊ നമ്മൾ ഈ 25 mm പൈപ്പ് 20 മതി ശരിക്കും. ഇതിൽ നമുക്ക് ശരിക്കും 18 വയർ കൊള്ളിക്കാം 1 mm. പക്ഷേ നമ്മൾ 4, 3 ആ രീതിയിലുള്ള വയറേ കയറുള്ളൂ. ഓരോന്നിനും സെപ്പറേറ്റ് ഉണ്ട്, ലീഡിന് സെപ്പറേറ്റ് ഉണ്ട് ഇതിൽ വയറുകൾ. പിന്നെ ഇത് ഒരു 1300 1500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്, 2 നിലയും പാടെ ഉള്ളത്. അപ്പൊ അതിനുള്ളൊരു ഇതുള്ളൂ.
പിന്നെ അതിലും വലിയതാകുമ്പോൾ ഇതിലാറൊക്കെ പൈപ്പും വരും, വലിയ DB ഒക്കെ വരിക. ഇതൊക്കെ ഇപ്പോൾ 20 DB ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്ത് മുകൾ ഭാഗം 12. ഓക്കെ, അതിലും ഫ്രീ ഉണ്ടാവും. കാരണം 2 റൂമും ഒരു ഹാള്, ലിവിങ്, പിന്നെ ഒരു കിച്ചണിക്ക് 4 പോയിന്റാണ് വരിക. ഒരു ഫ്രിഡ്ജ്, കറണ്ട് അടുപ്പ്, പിന്നെ ഒരു മിക്സി, ഒരു മോട്ടർ, ഒരു സർക്യൂട്ട്, അങ്ങനെ 4-5 വരുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ ഇനി സോളാറിൻ്റെ ചെയ്തിട്ടുണ്ടല്ലോ. സോളാറിൻ്റെ ഇവിടെ നമുക്ക് ഇത് വരുന്നത് മീറ്റർ ബോർഡ് കാര്യങ്ങൾ സിംഗിൾ പൈസ ആണ് വരുന്നത്. ഇവിടെ നമ്മൾ സോളാറിൻ്റെ ഉണ്ടാവും. സോളാറിൻ്റെ വെട്ടി മേലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. 2 പൈപ്പ് നമ്മൾ അർത്ഥത്തിന് താഴത്ത് കറക്കി, ഒരു പൈപ്പ് നമ്മൾ നേരെ DB മറ്റേ ഇതിൽ ഉൾപ്പെടുത്തിയാണ്. ഓക്കെ.